ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകുന്നുണ്ട്. അവിടെ ഇന്ന് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, നാളെ നമ്മുടെ കിച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതും കൂടെ ആയിട്ടൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാം. അപ്പോൾ അത് എൻ്റെയും കിച്ചൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി റെഡി ആകേണ്ട താമസം മാത്രമേ ഉള്ളൂ. കിച്ചുക്കുട്ടാ, നമ്മളെവിടെ പോകാൻ നിൽക്കുക? കിച്ചൂസിന് വീഡിയോ എടുക്കുന്ന നാണമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിട്ട് വരാം. ഞാനപ്പോൾ അതേ മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. വലിയ മേക്കപ്പൊന്നും ഇല്ല, ചെറുതായിട്ട് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ മുടി കെട്ടുന്നതാണ് എനിക്ക് ഏറ്റവും പാടുള്ള ജോലി. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ മുടി കെട്ടുന്ന കാര്യം വരുമ്പോഴത്തേക്ക് എനിക്ക് വലിയ താമസമാണ്. അല്ലെങ്കിൽ എനിക്ക് മുടി കെട്ടാനായിട്ട് നന്നായിട്ട് അറിയത്തുമില്ല. വല്ലച്ചാൽ അത് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് സെറ്റാക്കിയൊക്കെ എടുക്കും. ഞാനൊന്ന് റെഡിയായിട്ട് വേണം നമ്മുടെ കിച്ചുക്കുട്ടനെ ഒന്ന് റെഡിയാക്കാൻ. കിച്ചുക്കുട്ടനപ്പം ഞാൻ മുടി കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അതിലെതിരെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കിച്ചുക്കുട്ടനെ ഉടുപ്പിടാനായിട്ട് വിളിച്ച്. കിച്ചൂസിനെ എപ്പോൾ ഉടുപ്പിടാൻ വിളിച്ചാലും കിച്ചൂസിന് വലിയ മടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അമ്മ അതേ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫോണിലോട്ട് നോക്കി ആൾ ഡ്രസ്സ് ഇടാനൊക്കെ സമ്മതിച്ചേ. ചില സമയങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അവന് വലിയ നാണോ, ചില സമയത്ത് കുഴപ്പമില്ല, ആളെല്ലാം സെറ്റായിട്ട് നമുക്ക് നിന്ന് തരും. ഞാനും കിച്ചൂസപ്പോൾ പോകാൻ റെഡിയായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശരത്തേട്ടനൊന്നും ഇറങ്ങേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ അതേ ശരത്തേട്ടൻ കഥയൊക്കെ പൂട്ടി ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് അപ്പോൾ അമ്മയും പപ്പച്ചിറ്റയൊക്കെ നേരത്തെ തന്നെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവരവിടെ നിൽക്കുക. അപ്പം ഞങ്ങളിത് ചെയ്ത് പോകുന്ന വഴിയാണ്. നമുക്കപ്പോൾ ഇനി അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ഇതാണപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബക്ഷേത്രം, ഇരട്ടക്കുളങ്ങര ദേവീക്ഷേത്രം. ഇത് നമ്മുടെ ഹരിപ്പാട് പള്ളിപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് ഇവിടുത്തെ അമ്മയുടെ എന്ന് പറയുമ്പോൾ ശരത്തേട്ടൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ്. അപ്പം നമ്മളിവിടെ വർഷത്തിലൊരിക്കലൊരു പൂജയ്ക്ക് നമ്മൾ പറയും. അപ്പോൾ ആ പൂജ നടത്താനായിട്ടാണ് അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നത്. നമ്മളപ്പോൾ അതേ അകത്തൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നാഗദൈവങ്ങളുടെ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോകുകയാണ്. കിച്ചൂസ് പിന്നെ അമ്പലങ്ങളിലൊക്കെ പോകുന്ന കിച്ചൂസിന് ഒത്തിരി ഇഷ്ടം. ഒരു വഴക്കും ഇല്ലാതെ ആളങ്ങ് നടന്നോളും, നമുക്ക് ഒരു ശല്യമില്ല അവനെക്കൊണ്ട്. ഞങ്ങളപ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വന്നു. കാരണം നാഗദൈവങ്ങളുടെ അമ്പലത്തിലെ പൂജയ്ക്ക് കുറച്ച് ടൈം അധികം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിന്നതിൻ്റെ ബാക്കിലായിട്ടൊരു കുളമുണ്ട്. അമ്പലത്തിൽ തന്നെ കുളമാണ്. ആ കുളത്തിലാണെങ്കിൽ നിറയെ മീനുകളുണ്ട്, വരാലും പിന്നെ മറ്റെന്തൊക്കെയോ മീനൊക്കെ. അതുമാത്രമല്ല അതിൽ ആമകളും ഉണ്ട്. അപ്പോൾ കിച്ചുക്കുട്ടനാണെങ്കിൽ അവൻ്റെ അച്ചാച്ചിയോട് പറയുക, ഞങ്ങളന്ന് മണ്ണാർശാല അമ്പലത്തിൽ പോയപ്പോൾ ആമയെ കാണിച്ചു കൊടുത്തില്ലേ. അവനപ്പോൾ അതൊക്കെ അവൻ്റെ അച്ഛനോട് പറഞ്ഞുകൊണ്ട് നിൽക്കും അവിടെ. ഇന്നലെ തന്നെ അപ്പം നമുക്ക് പൂജയ്ക്ക് വേണ്ടി അമ്പലത്തിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേ അമ്മയും പപ്പച്ചിറ്റയും കൂടെ പൂജ തുടങ്ങുന്നത് നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. ഞാനും കുറച്ച് നേരമൊക്കെ അങ്ങനെ അവിടെ നിന്ന്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാല് കഴിച്ചപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നൊരു കസേര എടുത്തിട്ടാണ് നടപ്പന്തലിൽ ഇരിക്കുന്നുണ്ട്. ഞാനിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പിന്നെ കിച്ചുക്കുട്ടനും ചേട്ടനും കൂടെ എൻ്റെ കൂടെ വന്നിരുന്നു. ഞാനപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ ഉത്സവമാണെന്ന്. ഉത്സവമല്ല കേട്ടോ, ഉത്സവം കഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും ആയി കാണും. ഞങ്ങളപ്പോൾ അത് കുറേ നേരം അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ ശാന്തി ഞങ്ങൾക്ക് കുറച്ച് പാൽപ്പായസം കൊണ്ട് തന്നു. അപ്പം ഞാൻ കിച്ചുക്കുട്ടന് പാൽപ്പായസം കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഞാനും കുടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പാൽപ്പായസം എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ശരത്തേട്ടനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ശരത്തേട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. പൂജയൊക്കെ കഴിഞ്ഞത് പ്രസാദവും മേടിച്ചുകൊണ്ട് ഞങ്ങളെങ്കിൽ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്നത് ഒരു ലോട്ടറിക്കാരൻ ചേട്ടനെയാണ് കാണുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ, ഏത് അമ്പലത്തിൽ പോയി ലോട്ടറിക്കാരെ കണ്ടാലും ചേട്ടൻ അപ്പം ലോട്ടറി എടുക്കുമെന്ന്. ഇന്നൊന്നല്ല 2 ലോട്ടറി എടുക്കുന്നുണ്ട്. വല്ലതും അടിച്ചാൽ മതിയായിരുന്നു. ഞങ്ങളെങ്കിൽ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് വണ്ടിയിലോട്ട് കയറാനായിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയും പപ്പച്ചിറ്റയും പിന്നെ ഇറങ്ങിയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരെ കാത്തങ്ങനെ നിന്ന്. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു അവരെ എന്തായാലും ഓട്ടോയിൽ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതിയെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന്. അമ്പലത്തിൽ നിന്ന് അപ്പം നേരെ വന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീടെന്ന് പറയുമ്പോൾ തൃക്കുന്നപ്പുഴയാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോൾ അതേ അമ്മയും ചേട്ടനും കൂടെ എന്നെ പറ്റിയാണ് ഇവർ പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഇവർ രണ്ടുപേരും എന്തൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. ചെറിയ പാവമാറ്റമൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത്. അപ്പോൾ അതേ അമ്മയുടെ ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിതേ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ചോറും കറിയൊന്നും വെക്കാതാണ് പോയത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഇനി കിച്ചൂസും ചേട്ടനും ഇവിടെ ഉണ്ട്. കിച്ചൂസേ, കുഞ്ഞിൻ്റെ ചെരുപ്പ് എന്തേ? പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് മറന്നെന്ന് തോന്നുന്നു. ഞങ്ങളപ്പോൾ അതേ വീട്ടിലെത്തിയിട്ടുണ്ട്. കിച്ചൂസിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കിച്ചൂസ് വന്നപ്പോൾ തന്നെ വഴക്കിലാണ്. എന്താ വഴക്കിടുന്ന കാര്യം പറ. കിച്ചൂസ് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്?
എന്താ പിണങ്ങി കിടക്കുവാണോ? എന്താന്ന് പറ. കിച്ചുസിൻ്റെ അച്ചാച്ചി ജോലിക്ക് പോയപ്പോൾ കിച്ചുസിനെ കൊണ്ടുപോയില്ല, അതിന് പിണങ്ങി കിടക്കുക. ഡ്രസ്സ് മാറിത്തരട്ടെ? ഞാനിപ്പോൾ കിച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കൊടുക്കട്ടെ. രാവിലെ തന്നെ അമ്പലത്തിൽ പോയതിൻ്റെ ചോറും കറിയും ഒന്നും വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ജോലികളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബാക്കി വീഡിയോയും കൂടെ എടുത്തേനെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.